കോഴിക്കോട് പന്നിയങ്കര ഓവർ ബ്രിഡ്ജിന് സമീപം തീപിടുത്തം 3 കടകളിലേക്ക് തീപടർന്നു. മീഞ്ചന്തയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘമെത്തി തീ അണയ്ക്കുകയാണ്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. വിവരങ്ങളുമായി നിഖിൽ പ്രമേശ് ചേരും. പന്നിയങ്കര മേൽപ്പാലത്തിന് താഴെ ഏതാണ്ട് 8:30 മണിയോടുകൂടിയാണ് 3ഓളം കടകൾക്ക് തീപിടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഒരു പ്ലൈവുഡിന്റെ ഒരു കടയുണ്ട്, ഒരു 2 വീലർ വർക്ക്ഷോപ്പ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഒരു ടൈലറിംഗ് കടയുണ്ട്. ഈ കടകളിലാണ് തീ പിടിച്ചത്. ഉടനെ തന്നെ മീഞ്ചന്തയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം, ഇവിടുത്തെ ആളുകളാണ് ആദ്യം ഈ കടകൾക്ക് തീ പിടിക്കുന്നതായി കണ്ടത്. ഉടനെ തന്നെ ഫയർഫോഴ്സ് സംഘത്തെ മീഞ്ചന്തയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘത്തെ വിവരം അറിയിച്ചു. ഇപ്പോൾ ഏതാണ്ട് 2 മണിക്കൂറിലധികമായി ഈ തീ നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പൂർണ്ണമായി ഫലപ്രാപ്തിയിലായി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, കാരണം ഇപ്പോഴും തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമായിട്ടില്ല. എന്താണ് തീപിടുത്തത്തിന് കാരണം എന്നുള്ളതിലും വ്യക്തതയില്ല, കാരണം ഇത് പ്രവർത്തിച്ചു വരുന്ന കടകളാണ്. നമുക്കറിയാം, ഇതിന്റെ തൊട്ടുപുറകിലായി നിരവധി വീടുകളും മറ്റുമുണ്ട്. ഇതിനോട് ചേർന്ന് റെയിൽവേ ട്രാക്കുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ അപകട ഭീഷണി ഉണ്ടായിരുന്നു. എന്തായാലും ആ ഭീതി ഒരു പരിധി വരെ കുറയ്ക്കാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. എന്നിരിക്കെയും അങ്ങിങ്ങായി തീ ഇപ്പോഴും ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വലിയ രീതിയിലുള്ള പുകയുണ്ട്, നന്നായി തന്നെ പുക ഉയരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിന് തൊട്ടടുത്താണ് റെയിൽവേ ട്രാക്കുള്ളത്. അപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടി കൂടുതൽ ഫയർ യൂണിറ്റുകൾ അടക്കം ഇവിടേക്ക് ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മീഞ്ചന്തയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘമാണ് ആദ്യം സംഭവ സ്ഥലത്തേക്ക് എത്തിയത്. അവർ തീ നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. അതിനു പിന്നാലെ ഇപ്പോൾ മറ്റ് വിവിധ ഫയർ സ്റ്റേഷനുകളിൽ നിന്നുള്ള സംഘം ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ട് ഈ തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പുക നന്നായി ഉയരുന്നുണ്ട്. ഈ കെട്ടിടം അല്പം പഴകിയ കെട്ടിടമാണ്, ഈ ഓട് മേഞ്ഞിട്ടുള്ള കെട്ടിടമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു സിംഹഭാഗവും തകർന്നു എന്ന് തന്നെ നമുക്ക് ഇവിടുന്ന് പറയാൻ കഴിയും. എന്തായാലും ആദ്യഘട്ടത്തിൽ വലിയ പരിഭ്രാന്തിയിലായിരുന്നു ഇവിടെയുള്ള ആളുകളൊക്കെ. അതായത് ഇത്ര ഒരു വലിയ രീതിയിലുള്ള ഒരു തീപിടുത്തം ഉണ്ടാകുന്നു, കത്തി പടരുകയായിരുന്നു. എന്തായാലും അതൊരു പരിധി വരെ ഇപ്പോൾ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരം തന്നെയാണ്. അല്പസമയത്തിനകം തന്നെ തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്നാണ് ഫയർഫോഴ്സ് അംഗങ്ങൾ അറിയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.